ഒരു സിനിമയ്ക്ക് നിങ്ങളുടെ ഉള്ളു തൊടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഫ്രെയിമിന് ശേഷവും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ബാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിജയിച്ച സിനിമയാണ്. അങ്ങനെയാണെങ്കിൽ എഴുത്തുകൊണ്ടും സംവിധാന മികവ് കൊണ്ടും സമാനതകളില്ലാത്ത അഭിനയ പ്രകടനം കൊണ്ടും ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിലേക്കുള്ള ബ്ലോക്ക് ബസ്റ്റർ യാത്രയുടെ പേരാണ് സർക്കിട്ട്. അമീറും ജപ്പുവും സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് നേർരേഖകളാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ളവരാണെങ്കിലും അതിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളെ നേരിടുന്നവരാണെങ്കിലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിന്റെ അവസ്ഥയ്ക്കും സമൂഹത്തോട് അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ദിശയ്ക്കും സമാനതകളേറെയാണ്. എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡവും പേറി ദുബായിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിക്കറിയാതെ കറങ്ങി നടക്കുന്ന അനേകായിരം മിഡിൽ ക്ലാസ് യുവാക്കളിൽ ഒരാളാണ് അമീർ. ഇവിടെ ഇനി ജോലി നോക്കാനായി ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ഉമ്മയോടുള്ള സ്നേഹം മാത്രം കൈവെള്ളയിൽ സമ്പത്തായി ചേർത്ത് പിടിച്ചവൻ, കുട്ടിക്കാലത്ത് തന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ മുമ്പിൽ കഷ്ടപ്പാടിന്റെ ആഴക്കയത്തിൽ വീണ് കിടക്കുമ്പോഴും കൈ നീട്ടാത്തവൻ, ചുറ്റുമുള്ളവർ പരിഹസിച്ചും വീണ്ടും വീണ്ടും കുത്തി നോവിക്കുമ്പോഴും വിജയത്തിന്റെ വെള്ളിവെളിച്ചം എന്നെങ്കിലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അമീർ. വയറ് കത്തിയെരിയുന്ന നേരത്ത് ചോദിക്കാതെ തന്നെ തന്റെ മുന്നിൽ ഭക്ഷണം വിളമ്പി വെക്കുന്ന താൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഹോട്ടലുടമയെ പോലെ ഉള്ളവരാണ് അവന്റെ ഉള്ളിൽ ആ പ്രതീക്ഷ കെടാതെ ബാക്കി നിൽക്കാനുള്ള കാരണം. 40 കൊല്ലായില്ലേ മോനെ ഈ കടയിൽ ഞാനും ഇവിടെ കയറി വരുന്ന ഒരാളെ മുഖം കണ്ടാ ഊനിക്ക് എന്താ വിളമ്പണ്ടെന്നൊക്കെ എനിക്കറിയാം. നനച്ചിരിക്കാത്ത നേരത്ത് തന്റെ മുൻപിലുള്ള എല്ലാ വഴികളും കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ അത്തരമൊരു പ്രതീക്ഷയിലേക്ക് ശരിതെറ്റുകൾ നോക്കാതെ നടന്നു കയറുന്നുണ്ട് അമീർ. ആ പ്രതീക്ഷയുടെ പേരാണ് ജപ്പു. ADHD എന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജപ്പുവും അവന്റെ പേരൻസും സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. അവന്റെ ദേഷ്യവും വാശിയൊക്കെ എനിക്ക് മനസ്സിലാക്കാം. നീ എന്തോ കാണിക്കുന്നേ? വർക്ക് പ്രഷറും സാമ്പത്തിക ബുദ്ധിമുട്ടുമെല്ലാം സ്റ്റെഫിയെയും ബാലുവിനെയും കടുത്ത നിരാശയിലേക്കും ദേഷ്യത്തിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പുവിനെ മനസ്സിലാക്കാനോ വേണ്ട വിധത്തിൽ അവനെ പരിഗണിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ADHD ഒരു മെന്റൽ സിറ്റുവേഷൻ ആണ്. ബേസിക്കലി അറ്റൻഷൻ കുറയുകയും ഹൈപ്പർ ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അവന്റെ കുസൃതികൾ നിരന്തരം അവർക്ക് തലവേദനകൾ സൃഷ്ടിക്കുമ്പോൾ കൂടുതൽ ഒച്ചത്തിൽ വഴക്കു പറഞ്ഞും അവനെ ഒറ്റക്കിട്ടും അവന്റെ അവസ്ഥയെ അവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ രാത്രിയിൽ അവനോട് അനുവാദം ചോദിക്കാതെ അവന്റെ മുറിയിലേക്ക് കടന്നു വന്നതാണ് അമീർ. ഒരു നിയോഗം പോലെ അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിയൊട്ടുമ്പോൾ മറ്റു വഴികളില്ലാതെ അവരൊരു സർക്കിട്ടിന് ഒരുങ്ങുകയാണ്. രണ്ടുപേരുടെയും നിയോഗങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു സർക്കിട്ട്. മുന്നോട്ടുള്ള ഓരോ കാൽവയ്പിലും അമീറിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളയുന്നുണ്ട് ജപ്പു. നമുക്ക് ആദ്യം അവിടെ ഉള്ള ഡോക്ടറെ അടുത്ത് പോവാം, എന്നിട്ട് വന്നിട്ട് അങ്കിൾ വാങ്ങിച്ചു. തന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണെങ്കിലും ജപ്പുവിനോട് അമീർ പെരുമാറുന്ന രീതി അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു പാഠമായി മാറുന്നുണ്ട്. കൂട് തുറന്നു കിട്ടിയ കിളിയെ പോലെ ജപ്പുവും പറക്കാനറിയാത്ത കിളിക്ക് ഒരു കൈത്താങ്ങായ അമീറും ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള വഴിയിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റു വഴികളില്ലാതെ പകച്ചു നിൽക്കുന്ന അമീർ നമ്മുടെ ഹൃദയത്തിൽ ഒരു സങ്കട കാഴ്ചയായി മാറുന്നുണ്ട്. ആ വലിയ പകപ്പിനിടയിലും അവൻ ജപ്പുവിന്റെ മുന്നിൽ പരിഗണനയുടെയും ആകാംക്ഷയുടെയും വലിയൊരു ലോകം തുറന്നിടുന്നുണ്ട്. ആ ലോകം ജപ്പുവിൽ കൊണ്ടുവരുന്ന മാറ്റം ആകാശം പോലെ വലുതാണ്. കയ്യിലൊട്ടിയിരുന്ന പശ മെല്ലെ അലിഞ്ഞില്ലാതാകുമ്പോഴേക്കും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കാണാൻ കഴിയാത്ത, അനുഭവിക്കാൻ മാത്രം കഴിയുന്ന വലിയൊരു ആത്മബന്ധം കൊണ്ട് അടുത്തിരുന്നു. ആ രാത്രിയിലെ സർക്കിട്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് പോലെ അവരുടെ ജീവിതവും മനോഹരമായ ഒരു കാഴ്ചയാക്കി മാറ്റുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആസിഫ് അലി നിങ്ങൾ അമീറിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. കഷ്ടപ്പാടിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ഓരോ യുവാവിനെയും ഒരു കണ്ണാടിയിൽ എന്ന പോലെ ആ നടന്റെ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കണ്ണൊന്ന് കലങ്ങുമ്പോഴും ശബ്ദമൊന്ന് ഇടറുമ്പോഴുമെല്ലാം പ്രേക്ഷകനിലേക്ക് ഹൃദയം തുളയ്ക്കുന്ന വേദന അയാൾക്ക് അനായാസം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, പ്രിയപ്പെട്ട ആസിഫ് അലി നിങ്ങളിപ്പോൾ ഏറ്റവും മികച്ച ഒരു നടനാണ്. ജപ്പുവായി അതിമനോഹരമായ പകർന്നാട്ടം നടത്തിയ ഓർഹാനും സ്റ്റെഫിയെയും ബാലുവിനെയും അവരുടെ കഠിനമായ മാനസിക സംഘർഷങ്ങളെയും ഗംഭീരമാക്കിയ ദീപക് പറമ്പോലും ദിവ്യപ്രഭയുമെല്ലാം ഈ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എടുത്തുയർത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള എന്നാൽ കൃത്യമായ അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും എല്ലാത്തിനുമുപരി സിനിമ കണ്ടു കഴിയുമ്പോൾ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ എന്തെല്ലാമോ ബാക്കി വെക്കാനും ഈ ചലച്ചിത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യസ്നേഹിയാണെങ്കിൽ, നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്
ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഈ സർക്കിട്ട്.